അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം നാളെ നടക്കും. എറണാകുളം പറവൂർ ചേന്നമംഗലം പാലയത്ത് തറവാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ. അമല ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഇന്ന് രാവിലെ പൂങ്കുന്നത്തെ വസതിയിൽ എത്തിച്ചു. ആയിരങ്ങൾ ഭാവഗായകന് അന്ത്യോപചാരമർപ്പിച്ചു. വസതിയിലെ പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ചു. ആയിരങ്ങളാണ് ഭാവഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. മന്ത്രിമാരും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. മലയാളത്തിന്റെ ഗായകൻ എന്ന നിലയിൽ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി മലയാളത്തിൽ മാത്രമല്ല 6ഓളം ഭാഷകളിൽ പാടുകയും അത് അതിഗംഭീരമായി മലയാളിയുടെയും ലോകത്തിന്റെയും മുമ്പിൽ എത്തിക്കുകയും ചെയ്തൊരു ഭാവഗായകന് കേരളം യാത്ര പറയുമ്പോൾ ഒരു തലമുറയുടെ പ്രത്യേകമായ ഒരു ഘട്ടം അവസാനിക്കുകയാണ്. മലയാളത്തിലെ സംഗീതത്തിന് എല്ലാവർക്കും പാടാൻ കഴിയുന്ന ലാളിത്യമായ ശൈലി കൊണ്ട് വേറിട്ട് നിൽക്കുന്ന നിരവധി ഗാനങ്ങളുടെ ഉടമയായിരുന്നു. ഞങ്ങൾ ഇരിങ്ങാലക്കുടക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിമാന ഭാജനങ്ങളിൽ ഒരാളാണ് വിടവാങ്ങിയത്. നന്നേ ചെറുപ്രായം മുതൽ നാഷണൽ ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ മൃദംഗത്തിലും ലളിത സംഗീതത്തിലുമെല്ലാം സമ്മാനങ്ങൾ വാരിക്കൂട്ടി സ്കൂളിൻ്റെ അഭിമാനമായി മാറുകയും അധ്യാപകരുടെയും സഹൃദയ ലോകത്തിൻ്റെയും എല്ലാം ഓമനയായി മാറുകയും ചെയ്ത ശ്രീ ജയചന്ദ്രനെ ജയൻകുട്ടനായും ജയചന്ദ്രൻകുട്ടനായും ഒക്കെ കാണുന്ന മുതിർന്ന തലമുറ ഞങ്ങളോടൊപ്പമുണ്ട്. ജയചന്ദ്രന് പകരം വയ്ക്കാൻ മറ്റൊരു ജയചന്ദ്രനില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ജയചന്ദ്രന് പകരം വേറൊരു ജയചന്ദ്രനില്ല. അത് മലയാളിയെ സംഗീതാസ്വാദകരെ വേദനിപ്പിക്കുന്നൊരു കാര്യം. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ മാത്രമാണ്. മലയാള ഗാനശാഖയെ സമ്പന്നമാക്കിയ ജയചന്ദ്രന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമാണെന്ന് VM സുധീരൻ പ്രതികരിച്ചു. എത്രയോ തലമുറകൾ ചലച്ചിത്ര മേഖലയിൽ കടന്നു വന്നു. പക്ഷെ തലമുറകൾ മാറിയെങ്കിലും ജയചന്ദ്രന്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസവുമില്ല. മലയാളികൾ എവിടെയിരുന്നും ആസ്വദിച്ചിരുന്ന ആ നാദം ഇതില്ല എന്നുള്ളത് നമുക്കൊരു വലിയ നഷ്ടമാണ്. വ്യക്തിപരമായ നഷ്ടമാണെന്നും സഹോദര തുല്യ ബന്ധമായിരുന്നു ജയചന്ദ്രനുമായി ഉണ്ടായിരുന്നതെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. വ്യക്തിപരമായിട്ടും ചലച്ചിത്രത്തിലുള്ള ബന്ധമല്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ അഗാധമാണ്. 2 സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ്. പരിചയപ്പെട്ട കാലം മുതൽ 66 മുതൽ 58 കൊല്ലത്തെ സാഹോദര്യമാണ്. ഒരു ലേനെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ, എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ജയൻ. അതാണ് ഞങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രത്യേകത. ഞങ്ങൾക്ക് രണ്ടുപേരും മനസ്സുള്ളത് വെട്ടിത്തുറന്ന് പറയുന്നവരാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് രണ്ടുപേരും. പക്ഷേ ഞങ്ങൾ 58 വർഷത്തിൽ ഒരിക്കൽ പോലും പിണങ്ങിയിട്ടില്ല. ശനിയാഴ്ച രാവിലെ 8:30യോടെയായിരിക്കും മൃതദേഹം പറവൂർ ചേന്ദമംഗലത്തേക്ക് കൊണ്ടുപോവുക. നാളെ വൈകുന്നേരം 3:30-ക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ജയചന്ദ്രന്റെ വിയോഗത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ മറ്റ് പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.